എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 43-ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. കൊയറിൻ്റെ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന ബാക്കി എല്ലാവരും അനുവിനേക്കാൾ പ്രായവും പാട്ടിൻ്റെ രംഗത്ത് കൂടുതൽ പരിചയമുള്ളവരുമാണ്. അവരെ എല്ലാവരെയും കണ്ടപ്പോൾ അവരുടെ ഒപ്പം നിന്ന് പാടാനുള്ള യോഗ്യതയൊക്കെ തനിക്കുണ്ടോ എന്നായിരുന്നു അനുവിൻ്റെ സംശയം. ആത്മവിശ്വാസക്കുറവ് അവൾക്ക് വ്യക്തമായി കാണാനുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ അനുവിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് തങ്കച്ചൻ ചേട്ടൻ ബാക്കിയുള്ളവരോടെല്ലാവരോടുമായി പറഞ്ഞു, അനുവിനെ കൊയറിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യണം. ആദ്യമായതുകൊണ്ട് അല്പം പേടിയും മടിയുമൊക്കെ കാണും. നിങ്ങൾ വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അവളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരൊക്കെ അല്പം അസൂയയോടെയും മറ്റ് ചിലർ സ്നേഹത്തോടെയും അനുവിനെ കൊയർ പ്രാക്ടീസിലേക്ക് സ്വാഗതം ചെയ്തു. ആദ്യമായി അവൾക്ക് മിഷൻ ലീഗിന് സമ്മാനം കിട്ടിയ പാട്ട് പാടിപ്പിക്കുകയാണ് ചെയ്തത്. അത് പാടി കേട്ട് കഴിഞ്ഞപ്പോഴേ എല്ലാവർക്കും ബോധ്യം വന്നു, ഇവൾ ഈ കൊയറിന് ഒരു സമ്പത്തായിരിക്കും എന്ന്. അതോടെ അല്പമെങ്കിലും എതിർപ്പ് നേരത്തെ ഉണ്ടായിരുന്നവരും പിൻവാങ്ങി. അനു കൊയറിൻ്റെ ഭാഗമായി പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു. അനു പ്രാക്ടീസിന് വരുന്നതും പ്രാക്ടീസിൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നതുമൊക്കെ റെജി കണ്ടിരുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ള തൻ്റെ കടമകൾ കഴിഞ്ഞെങ്കിലും വീട്ടിൽ പോകാൻ അവന് തോന്നിയില്ല. വെറുതെ അവനും അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അവൾ പാട്ട് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴെങ്കിലും അവളോടല്പം സംസാരിക്കാൻ കഴിഞ്ഞാലോ. തൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും അവളുടെ മുൻപിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ എന്നതായിരുന്നു അവൻ്റെ ഭാവം. എന്നാലും റെജി അനുവിനെ മനസ്സുകൊണ്ട് സ്വന്തമായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അവൾക്ക് ആ വിവരം അറിയാമോ, അറിയുമ്പോൾ സമ്മതമാകുമോ എന്ന കാര്യങ്ങളൊന്നും അവൻ ചിന്തിച്ചിട്ടേയില്ല. പറഞ്ഞാൽ അവൾ തന്നെ സ്വീകരിക്കാൻ തയ്യാറാകുമെന്നതായിരുന്നു റെജിയുടെ ആത്മവിശ്വാസം. അവൾക്ക് പാടാൻ വരാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയെങ്കിലും കിച്ചു അന്നവിടെ ഇല്ലായിരുന്നു. കിച്ചുവിനെ വേറെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അച്ഛൻ അടുത്ത ഇടവക പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അച്ഛൻ പറഞ്ഞാൽ കിച്ചുവിന് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. കുറേ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അന്ന് സെഷൻ അവസാനിപ്പിച്ച് എല്ലാവരോടും പോയിക്കോളാൻ തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞത്. അവർ പുറത്തേക്ക് ഇറങ്ങുന്നതും നോക്കി റെജി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവന് ഉത്തരവുമുണ്ടായിരുന്നു. കാരണം പള്ളിയുടെ വാതിലടയ്ക്കേണ്ട ഉത്തരവാദിത്വം അവനാണ്. എന്നാൽ യഥാർത്ഥ കാരണം വേറെയാണ് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാലോ. എന്നാൽ പോലും അത് അനുവിനെ ഒന്ന് കാണാനും വർത്തമാനം പറയാനുമാണ് എന്ന് ആരും മനസ്സിലാക്കില്ല. അനു തനിച്ചായിരിക്കും ഇറങ്ങി വരിക എന്നാണ് റെജു കണക്ക് കൂട്ടിയത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയത് അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ്. ചേച്ചിമാരോടൊപ്പം പുറത്തേക്ക് പോകുന്ന അനുവിനെ കാണാൻ മാത്രമേ അവന് സാധിച്ചുള്ളൂ. അങ്ങനെ അവൻ്റെ അന്നത്തെ കാത്തുനിൽപ്പ് വെറുതെയായി. അനു റെജിയെ കാണാറുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുള്ളതായി പോലും അവൾക്ക് തോന്നിയിട്ടില്ല. കാരണം അവൾക്ക് അങ്ങോട്ട് അങ്ങനെ ഒരു ചിന്തയില്ല. എന്നാൽ കിച്ചുവിനെ കാണുമ്പോഴങ്ങനെയല്ല. ഉള്ളിലെന്തോ വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ പോലെയാണ്. അടുത്തേക്കെങ്ങാനും അവൻ വരുന്നത് കാണുമ്പോഴേക്കും ശരീരമാകെ തീ പിടിച്ച അവസ്ഥയിലായിരിക്കും. അവനെ കണ്ടുകൊണ്ട് നിൽക്കാനും അവൻ്റെ ചിരി കാണാനുമൊക്കെ വലിയ താല്പര്യമാണ്. അവൻ തന്നെ നോക്കണമെന്ന് മാത്രമല്ല, എന്നും അവനെ കണ്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആകെ മൊത്തം ഒരുമാതിരി എരിച്ചിലാണ് അവനെ കാണുമ്പോൾ. ആ എരിച്ചിൽ എന്താണ് എന്നറിയില്ല. അതൊരു പ്രത്യേക അനുഭൂതിയാണെന്നറിയാം. ഇതിന് തന്നെയാണോ ആവോ പ്രണയം എന്നൊക്കെ പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ തനിക്ക് കിച്ചുവിനോട് പ്രണയമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. തൻ്റെ മനസ്സിൽ തോന്നിയതല്ലാതെ അവൻ്റെ കാര്യം എങ്ങനെയെന്നറിയില്ലല്ലോ. അവനങ്ങനെ ഒരു വികാരമോ താല്പര്യമോ തോന്നുന്നതായി ഇതുവരെ തനിക്ക് തോന്നിയിട്ടില്ല. പാട്ടിന് പോയപ്പോൾ കിച്ചുവിനെ അനു അവിടെ തിരഞ്ഞതാണ്, പക്ഷേ കണ്ടില്ല. ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നു? ഒന്നുമില്ലെങ്കിലും ആ പള്ളിമുറിക്കകത്ത് കുത്തിയിരുന്ന് എന്തെങ്കിലും പുസ്തകം വായിക്കുകയായിരിക്കും. പിറ്റത്തെ ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് അനുവിനോടൊരു പാട്ട് പാടണം എന്ന് തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അവൾക്കല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം പാടാൻ സമ്മതിച്ചു. ഞായറാഴ്ച പാടാനുള്ള പാട്ട് ഒരു തവണ കൂടി പള്ളിയിൽ പാടി കേട്ടിട്ടാണ് തങ്കച്ചൻ ചേട്ടൻ അനുവിനെയും മറ്റുള്ളവരുടെ ഒപ്പം രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞ് പറഞ്ഞു വിട്ടത്. അനു പോകാനായി പുറത്തേക്ക് വന്നപ്പോഴേക്കും റെജി ഒരു ചിരിയുമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് അങ്ങോട്ട് ചിരിക്കാനും മറ്റും തോന്നിയില്ല. അവനോട് അവൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ പ്രത്യേകമായി അവനോടൊരു സ്നേഹവുമില്ല. പള്ളിയിലെ കപ്പ്യാരോട് സാധാരണക്കാർക്കുണ്ടാകാവുന്ന ഒരു സ്നേഹവും അടുപ്പവും മാത്രം. അതിൽ കൂടുതലായി എന്തെങ്കിലും അവന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അതവൻ്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. അനു പള്ളിമുറിയിൽ നിന്നിറങ്ങി റോഡിലേക്ക് മെല്ലെ നടന്നു. റോഡിലെത്തുന്നതിന് മുൻപ് തന്നെ കണ്ടു അകലെ നിന്നും വേഗത്തിൽ പള്ളിയിലേക്ക് നടന്നു വരുന്ന കിച്ചുവിനെ. അവൻ്റെ സാധാരണയുള്ള നടപ്പ് അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അവൻ മെല്ലെ നടന്ന് കണ്ടിട്ടില്ല. എപ്പോഴും എന്തോ അത്യാവശ്യ കാര്യം സാധിക്കാനുള്ള ആൾ പോകുന്നത് പോലെയാണ് അവൻ്റെ പോക്ക്. ഇന്നിനി താൻ പോകുന്നതിന് മുൻപ് വരാൻ വേണ്ടിയുള്ള നടത്തമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ താൻ അല്പം വേഗത കുറച്ച് കൊടുത്താൽ അവനെ പള്ളിമുറ്റത്ത് വെച്ച് തന്നെ കണ്ടിട്ട് പോകാം. അതല്ലെങ്കിൽ താൻ ഒരു വഴിക്ക് പോകും. താൻ നടന്നകലുന്നത് കണ്ടിട്ട് അവൻ മറുവഴിക്ക് പള്ളിമുറിയിലേക്ക് കയറി പോകുകയും ചെയ്യും. അവനെ കണ്ടിട്ട് തന്നെ പോകാം. ഒന്നുമല്ലെങ്കിലും കിച്ചുവല്ലേ. അനു 4-5 സ്റ്റെപ്പ് മെല്ലെ നടന്നപ്പോഴേക്കും തന്നെ കിച്ചു അടുത്തെത്തിക്കഴിഞ്ഞു. നീ എങ്ങോട്ടാടാ ഇത്ര വേഗത്തിൽ പായുന്നത്? നിന്റെ പോക്ക് കണ്ടാൽ തോന്നുമല്ലോ നീ എന്തോ മറന്നു വെച്ചത് എടുക്കാൻ വേണ്ടി പോകുന്നത് പോലെ. ആരും വന്നെടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തിയാലല്ലേ കിട്ടുകയുള്ളൂ. നീ എന്നതാടാ മറന്നു വെച്ചത്? അവളെ കാണാൻ വേണ്ടി തന്നെയാണ് താൻ ഈ വേഗതയിൽ നടന്നതെന്ന വിവരം അവൾക്ക് അറിയാഞ്ഞിട്ടല്ല എന്ന് വേണം കണക്കാക്കാൻ. അവളുടെ ആ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കിച്ചുവിന് തോന്നാറുണ്ട്. ഒരാൾ ഇവിടെ ഇന്ന് കൊയറിൽ പാടാൻ വേണ്ടി പ്രാക്ടീസിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞ് ചട്ടം കെട്ടി ആ ആളിനെ ഇന്ന് വരുത്താൻ ഏർപ്പാടാക്കിയതാണ്. വന്നെങ്കിൽ അയാളെ ഒന്ന് കണ്ടേച്ചു പോയേക്കാം എന്ന് വിചാരിച്ചു എന്ന് മാത്രം. അതിനു വേണ്ടിയാണ് ഇത്ര വേഗം നടന്നത്. അപ്പോൾ ഇവനാണ് അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ളവൻ. എന്നിട്ട് താൻ ആരെയെല്ലാം സംശയിച്ചു? തന്നോട് അച്ഛൻ പറഞ്ഞതാണെങ്കിൽ സിസ്റ്ററുടെ താല്പര്യമാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നത് ഇവൻ്റെ താല്പര്യം മൂലം സിസ്റ്റർ കൂടുതൽ താല്പര്യമെടുത്തതാണ് എന്നതായിരിക്കും. എന്തിനാടാ എന്നെ വെറുതെ കൊയറിലേക്കും മറ്റും വിളിച്ചു കയറ്റിയത്? നീ പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വന്നു പാടാൻ പറഞ്ഞാൽ പാടുക തന്നെ, പിന്നല്ലാതെ എന്ത്? എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് നിനക്കറിയാമല്ലോ. ഇത്രയും പാവമായാലും മോശമാണ്. മനുഷ്യൻ പാവമാകണം, എന്നാലും ഇത്രയും പാടില്ല. കുറച്ചുകൂടിയൊക്കെ ധൈര്യം വേണം കുട്ടികളായാൽ. പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് അത്രയും തൻ്റെ ഇടമേ ഉള്ളൂ. ഇവളെ എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നാൽ നല്ലൊരു പാട്ടുകാരിയാകും. ഈ പാടാനുള്ള കഴിവൊന്നും എല്ലാവർക്കും കിട്ടുന്നതല്ല. അതുള്ളവർ അത് മൂടി വെച്ച് കളഞ്ഞാൽ അതിനെക്കൊണ്ടുള്ള ഒരു ഉപകാരവും മറ്റാർക്കും കിട്ടില്ല, അയാൾക്കും കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് ദൈവം തന്ന കഴിവ് കുറച്ചെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് പള്ളിയിലെ കൊയർ. അവിടെയെങ്കിലും താനൊന്ന് പാടൂ. ഏതായാലും തൻ്റെ കിച്ചുവിൻ്റെ ആഗ്രഹമല്ലേ, പാടിയേക്കാം. അവൻ പറഞ്ഞ് ഏൽപ്പിച്ചു പോയ കാര്യത്തിനു വേണ്ടി വന്നിട്ട് എന്തായി? തങ്കച്ചൻ ചേട്ടൻ എന്തു പറഞ്ഞു എന്നൊന്നും അവൻ ചോദിച്ചില്ല.
അവന് വിശ്വാസമാണ് തീർച്ചയായും തങ്കച്ചൻ ചേട്ടൻ തന്നെ കൊയറിലെടുത്തിട്ടുണ്ടാകും എന്ന്. ആ കാര്യം അവൻ ഉറപ്പുള്ളതുപോലെയാണ്. നീ പറഞ്ഞതുപോലെ ഞാൻ കൊയറിൽ ചേരാൻ വേണ്ടി ഇവിടെ വരികയും ചെയ്തു. എന്നിട്ട് എന്നെ തിരഞ്ഞെടുത്തോ, ഞാനിനി അടുത്ത ഞായറാഴ്ച മുതൽ പാടുമോ എന്നൊന്നും നീ ചോദിക്കാത്തതെന്താ? അതോ ആ കാര്യത്തിൽ നിനക്ക് അത്ര ഉറപ്പാണോ? നിന്റെ കാര്യത്തിൽ പാട്ടിൻ്റെ മാത്രമല്ല മറ്റ് ഒരു ഉറപ്പുകൂടി എനിക്കുണ്ട് മോളെ. അത് പക്ഷേ ഇപ്പോൾ നിന്നോട് പറയുകയില്ല. കഥ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. അതും സാധാരണ പോലെ ഉച്ച കഴിഞ്ഞ് 2:30 തന്നെ.